യുപിയിൽ ഇന്ത്യ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന കോൺഗ്രസും എസ്-പിയും തമ്മിൽ സീറ്റ് ഷെയറിംഗ് ചർച്ചകൾ പൂർത്തിയായിരിക്കുകയാണ്. ആകെയുള്ള 80 സീറ്റുകളിൽ 63-ൽ എസ്-പിയും 17-ൽ കോൺഗ്രസുമാണ് മത്സരിക്കുക. കോൺഗ്രസിന്റെ പരമ്പരാഗതമായ സീറ്റുകളായ റായ്ബറേലിയിലും അമേഠിയിലും കോൺഗ്രസ് തന്നെയായിരിക്കും മത്സരിക്കുക. നമുക്കറിയാം 2004 മുതൽ 2019 വരെ രാഹുൽ ഗാന്ധിയായിരുന്നു അമേഠിയിലെ MP. 2019-ലെ BJP അനുകൂല തരംഗത്തിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് 55,000 വോട്ടുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അമേഠി എന്ന് പറയുന്നത് കേവലം ഒരു പാർലമെന്റ് മണ്ഡലം മാത്രമല്ല, കോൺഗ്രസിന്റെ പാരമ്പര്യം ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് അമേഠി എന്ന് പറയുന്നത്. അമേഠിയിൽ നിന്ന് രാജീവ് ഗാന്ധി മത്സരിച്ചു, വിജയിച്ചു, പ്രധാനമന്ത്രിയായി. അതുപോലെ സോണിയാഗാന്ധി 99-ൽ മത്സരിച്ചു, വിജയിച്ചു. 2004 മുതൽ 2014 വരെ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് മത്സരിച്ചു, വിജയിച്ചു. പക്ഷെ 2019-ൽ കോൺഗ്രസിന് പരാജയപ്പെടേണ്ടി വന്നു. പരാജയപ്പെട്ട ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിനാവുമോ? കോൺഗ്രസിനെ തിരിച്ചു പിടിക്കണമെങ്കിൽ ആരായിരിക്കും അവിടെ സ്ഥാനാർത്ഥി? രാഹുൽ ഗാന്ധി വയനാട് വിട്ടുകൊണ്ട് അമേഠിയിലേക്ക് തിരികെ പോകുമോ എന്നൊക്കെയാണ് നാം ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 19-ാം തീയതി രാഹുൽ ഗാന്ധി അമേഠിയിലെത്തിയപ്പോൾ പറഞ്ഞത്, ഞാനും നിങ്ങളും തമ്മിൽ ദീർഘകാലത്തെ ബന്ധമാണുള്ളത്. ഞാൻ നിങ്ങളോടെല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തോടൊപ്പം AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ഉണ്ടായിരുന്നു. മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത്, അമേഠിയെ ലോകം അറിഞ്ഞത് നമ്മുടെ സ്നേഹനിധിയായ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയിലൂടെയാണ്. ഇത് രാജീവിന്റെ മണ്ണാണ്, അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടെ മണ്ണാണ്, രാഹുൽ ഗാന്ധിയുടെ മണ്ണാണ്. രാഹുൽ ഗാന്ധി ഇന്നും നിങ്ങളോടൊപ്പം ഉണ്ട്, ഇനി എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് അദ്ദേഹം നിങ്ങളോടൊപ്പം ഉണ്ട്, എന്നും ഉണ്ടാവും എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത്, രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് ഇത്തവണ ഒരിക്കൽ കൂടി ജനവിധി തേടണം എന്ന ഒരു ആഗ്രഹ പ്രകടനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 2014-ലാണ് നിലവിലെ അമേഠി MP-യും കേന്ദ്രമന്ത്രി കൂടിയായ സ്മൃതി ഇറാനിയും രാഹുൽ ഗാന്ധിയും ആദ്യം മത്സരിക്കുന്നത്. അന്ന് വിജയം രാഹുൽ ഗാന്ധിക്കൊപ്പമായിരുന്നു. 1,07,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ 2019-ലേക്ക് എത്തുമ്പോൾ രാഹുൽ ഗാന്ധിയെ 55,000 വോട്ടുകൾക്ക് സ്മൃതി ഇറാനി പരാജയപ്പെടുത്തി. 2019-ൽ നിന്ന് 2024-ലേക്ക് എത്തുമ്പോൾ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിരിക്കുന്നത്, താങ്കൾക്ക് ധൈര്യമുണ്ട് എങ്കിൽ അമേഠിയിൽ വന്ന് എന്നോട് ഏറ്റുമുട്ടു. താങ്കൾ മത്സരിക്കുന്നത് അമേഠിയിൽ മാത്രമായിരിക്കണം. സുരക്ഷിതമായ മറ്റൊരു മണ്ഡലത്തിൽ പോയി മത്സരിച്ച് വിജയിച്ച് ഇവിടെ പരാജയപ്പെടുവാൻ പാടില്ല എന്നുള്ള ഒരു വെല്ലുവിളി കൂടി സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയോട് നടത്തിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ജയറാം രമേശിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സ്മൃതി ഇറാനിക്ക് ഒരു വ്യക്തി എന്ന നിലക്ക്, അതുപോലെ തന്നെ BJP-യുടെ ഒരു നേതാവ്, കേന്ദ്രമന്ത്രി എന്നുള്ള നിലക്കൊക്കെ ജനാധിപത്യമായിട്ടുള്ള അവകാശമാണ്. വെല്ലുവിളിക്കുക എന്നുള്ളത് അവർക്ക് വെല്ലുവിളിക്കാവുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കണോ അല്ലെങ്കിൽ വയനാട്ടിൽ പോയി മത്സരിക്കണോ എന്നതൊക്കെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസിന്റെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 6 മാസങ്ങൾക്ക് മുമ്പ് UPയിലെ PCC പ്രസിഡന്റായ അജയ് റായ് പറഞ്ഞത്, രാഹുൽ ഗാന്ധി 2024 തെരഞ്ഞെടുപ്പിൽ അമേഠിയിലേക്ക് തിരിച്ചു വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ്. പക്ഷേ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഒരേ ഒരു വിഭാഗം മാത്രമാണ്, അത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിന് അനായാസം വിജയിക്കുവാൻ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കേരളത്തിൽ ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കൾ എന്ന് പറയുന്നത്. പക്ഷേ കോൺഗ്രസിന് ഇവിടെ കുറച്ച് സീറ്റുകൾ നേടാൻ സാധിച്ചേക്കും. പക്ഷേ ഉത്തരേന്ത്യയിൽ സീറ്റുകൾ നേടാൻ ഒരു തരത്തിലും കേരളത്തിൽ നിന്ന് അദ്ദേഹം മത്സരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഒരു പക്ഷേ പരാജയപ്പെട്ടു കഴിഞ്ഞാലും അമേഠിയിൽ തന്നെ മത്സരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം 2021 ഇലക്ഷനിൽ പ്രശാന്ത് കിഷോർ ആയിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ ഇലക്ഷൻ കൺസൾട്ടന്റ്. അദ്ദേഹം മമതാ ബാനർജിയോട് പറഞ്ഞത്, മമതാ ബാനർജി പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു സീറ്റിൽ BJP-യോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. അവർ മത്സരിച്ചു, അവിടെ പരാജയപ്പെട്ടു. പക്ഷേ അത് ബംഗാളിൽ മൊത്തത്തിൽ ഉണ്ടാക്കിയ ഓളം എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിന് ഒരുപാട് സീറ്റുകളിൽ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി ഫോം ചെയ്യുകയായിരിക്കും കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലേക്കുള്ള പുനഃപ്രവേശനത്തിന്റെ കാര്യത്തിലുള്ളത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിച്ചു കഴിഞ്ഞാൽ വിജയിക്കുമോ എന്നുള്ളത് കൂടി നമ്മളൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. സാധാരണയായി നാം ഒരു MP വിലയിരുത്താറുള്ളത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. പക്ഷേ ഇവിടെ അതിന് യാതൊരു പ്രസക്തിയുമില്ല. ഇത് UP ആണ്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വിളനിലമാണ്. ആ UPയിലെ ഒരു മണ്ഡലമാണ് അമേഠി എന്നുള്ളത്. നാം സാധാരണയായി വിലയിരുത്തേണ്ടത് 2004 മുതൽ 2019 വരെയുള്ള 15 വർഷക്കാലം രാഹുൽ ഗാന്ധി അമേഠിക്ക് വേണ്ടി എന്ത് ചെയ്തു, 2019 മുതൽ 2024 വരെ കേന്ദ്രമന്ത്രിയായിക്കൊണ്ട് സ്മൃതി ഇറാനി അമേഠിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം വോട്ട് ചെയ്യേണ്ടത്. പക്ഷേ അതിന് യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2013 രാഹുൽ ഗാന്ധി അമേഠിയിൽ ഒരു മെഗാ ഫുഡ് പ്രൊജക്ട് കൊണ്ടുവരികയുണ്ടായി. അതിന്റെ തറക്കല്ലിടൽ കർമ്മം കഴിഞ്ഞിരുന്നു. 2014 അധികാരത്തിൽ വന്ന BJP സർക്കാർ അതിനെ അള്ളുവെക്കുകയായിരുന്നു. ആ പ്രൊജക്റ്റുമായി അവർ മുന്നോട്ട് പോയില്ല. ആ പ്രൊജക്ട് നിലവിൽ വരികയാണ് എങ്കിൽ 40,000 അമേഠിയിലെ കർഷകർക്ക് ഫുഡ് ലഭിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. 2,500 ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് തൊഴിൽ ലഭിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. 25,000 ആളുകൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് തൊഴിൽ ലഭിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. ആ ഒരു പദ്ധതിക്ക് അള്ളുവെച്ചു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് അമേഠിയിൽ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രസിഡന്റായ മല്ലികാർജുൻ ഖാർഗെ കഴിഞ്ഞ ഫെബ്രുവരി 19 അദ്ദേഹം അമേഠിയിൽ നടന്ന പരിപാടിയിൽ വരെ അതിനെ ആണയിട്ട് പറയുകയുണ്ടായി. പക്ഷേ സ്മൃതി ഇറാനി എന്താണ് അമേഠിക്ക് വേണ്ടി ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മൃതി ഇറാനിക്ക് പോലും അതിന് ഉത്തരമില്ല എന്നുള്ളതാണ്. അവര് രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠക്ക് രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിന്റെ കുടുംബവും പാർട്ടിയും വന്നില്ല എന്നുള്ളത് മാത്രമാണ് സ്മൃതി ഇറാനിക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. ഇനി സ്മൃതി ഇറാനിയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു ഘടകം എന്ന് പറയുന്നത് 2019 അവർ ജനവിധി തേടുന്ന സമയത്ത് അമേഠിയിലെ ജനങ്ങളോട് പറഞ്ഞിരുന്നത്, ഞാൻ ഇവിടെ സ്വന്തമായിട്ട് ഒരു വീട് വെക്കും, ഇനി മുതൽ എന്റെ വീട് എന്ന് പറയുന്നത് അമേഠിയാണ് എന്നായിരുന്നു. 2021 അവർ സ്ഥലം വാങ്ങിച്ചു. 2024 ഇന്നലെയായിരുന്നു അവരുടെ വീടിന്റെ ഗൃഹപ്രവേശം എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ സ്മൃതി ഇറാനി അമേഠിയിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പൂർത്തീകരിച്ചു. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ഒരു കാര്യം പറയാൻ സ്മൃതി ഇറാനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ BJPയും അവരുടെ സിസ്റ്റവും ഒക്കെ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. അമേഠിയിൽ എന്തൊക്കെയോ മലമറിക്കുന്ന കാര്യങ്ങൾ സ്മൃതി ഇറാനി ചെയ്തിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ കഴിഞ്ഞ 5 വർഷത്തിനിടക്ക് അദ്ദേഹം 3 തവണ മാത്രമാണ് അമേഠിയിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി 19 അടക്കം 3 തവണ മാത്രമാണ് അദ്ദേഹം അമേഠിയിലെ ജനങ്ങളുമായി സംവദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അമേഠിയിലേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് BJP തീർച്ചയായും അദ്ദേഹത്തിനെതിരെ നടത്താൻ പോകുന്ന ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ ആയിരിക്കും. എന്തായാലും രാഹുൽ ഗാന്ധി അമേഠിയിലേക്ക് വരികയാണെങ്കിൽ ഭയപ്പെടുന്നത് BJPയും അതുപോലെ വയനാട് വിടുകയാണ് എങ്കിൽ ആഹ്ലാദിക്കുന്നത് കേരളത്തിലെ CPMഉം LDFും ആയിരിക്കും എന്നത് തീർച്ചയായ കാര്യമാണ്.